ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് രണ്ട് നല്ല ഉണ്ട തലയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, എനിക്ക് പൊക്കാൻ പോലും ഈ അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തല കിട്ടുന്നത്. നേരത്തെ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് തലക്കറി വെക്കുന്നത്, പക്ഷെ ആദ്യമായിട്ടാണ് വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ഇത് വെട്ടുന്നത് കുറച്ച് ടാസ്ക്കുള്ള പണിയാണ്. അത് വെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടാനും മറക്കരുത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മക്കളും കൂടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ, മീൻ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീനെല്ലാം നല്ല രീതിക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ മീൻ വൃത്തിയാക്കി എടുത്തത്. അത്രയ്ക്ക് പാടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും മീനുണ്ട് വെട്ടിയെടുത്തപ്പം. ഇത് നമ്മൾ ഫുള്ള് ഇന്ന് വെക്കുന്നില്ല കേട്ടോ. ബാക്കി കുറച്ച് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ഇവിടെ ഞങ്ങൾ 3 പേരെ കഴിക്കത്തുള്ളൂ. അമ്മ പിന്നെ വലുതായിട്ട് കഴിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ടിത് ചെറിയ തലയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ. പക്ഷേ ഇന്നിത് ഏതാണ്ട് 3.5 കിലോയോളം ഉണ്ടായിരുന്ന തല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പീസാക്കി കറി വെക്കാമെന്ന്. അതായിരിക്കും കുറച്ചും കൂടെ വേവാനും ഒക്കെ എളുപ്പം. അപ്പം മീനെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പം ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കറിക്കൊരു കൊഴുപ്പും കിട്ടും, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം ചതച്ചിടുമ്പോൾ. അപ്പോൾ ചെറിയ ഉള്ളിയുടെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിക്കൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. പച്ചമുളക് ഇതിൻ്റെ കൂടെ ചതയ്ക്കുന്നില്ല. പച്ചമുളക് ഞാൻ അരിഞ്ഞാണ് ഇടുന്നത്, ഇല്ലെങ്കിൽ കറിയിൽ ഫുൾ അതിൻ്റെ ആ അരി പറ്റും. അതുകൊണ്ട് ഞാൻ പച്ചമുളക് അങ്ങനെ ചതച്ചിടാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നിങ്ങൾ ചതച്ചെടുക്കാൻ. ഒത്തിരി പേസ്റ്റാക്കിയൊന്നും വേണ്ട. അതാണ്ട് ഈ ഒരു പരുവത്തിന് കണ്ടല്ലോ. അപ്പോൾ ആ ഒരു പരുവത്തിന് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചതയ്ക്കാൻ പോകുന്നത് കുരുമുളകാണ് കേട്ടോ. കുരുമുളക് നമ്മൾ സാധാരണയായിട്ട് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, പക്ഷെ നമുക്ക് ഇന്ന് പൊടി തീർന്നു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് ഉണക്കിയതിരുന്നത് എടുത്തിട്ട് നമ്മൾ ഇടികല്ലിലോട്ടിട്ട് ചതയ്ക്കുവാണ്. ഇനി നമുക്ക് കുരുമുളകും കൂടി നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ട് അതും കൂടി ഈ ഉള്ളിയുടെയൊക്കെ കൂടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. സാധാരണയായിട്ട് നമ്മളിവിടെ ഈ മീൻ വെട്ടി വെച്ചേക്കുന്ന ചട്ടി കണ്ടില്ലേ, അതിനകത്താണ് കറി വെക്കുന്നത് കേട്ടോ. പക്ഷേ ഈ വട്ടം തല തോനെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിന്ന് അലൂമിനിയം ചട്ടിക്കകത്താണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും മീനുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്, അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുവും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. കടുവ് പൊട്ടുമ്പോൾ നിങ്ങൾ അടുത്തു നിന്നൊക്കെ മാറി നിൽക്കണം കേട്ടോ. കടുവ് പൊട്ടുന്നത് എനിക്ക് അത്യാവശ്യം ഇച്ചിരി പേടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ കടുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം, പെട്ടെന്ന് കടുവ് അങ്ങോട്ട് പൊട്ടട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് 2 വറ്റൽമുളക് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതിയേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റണം, പിന്നീട് പച്ചമുളക് ചേർത്താൽ മതിയേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടണമെങ്കിൽ ഇതിലോട്ട് ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി, ഇത് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, ഞങ്ങളുടെ വീട്ടിലെ തന്നെ കറിവേപ്പിലയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിക്ക് വഴണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന കുരുമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, നമ്മൾ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിന്ന് കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് കുരുമുളക് ചതച്ചിട്ടത്. അപ്പോൾ ഇത് നല്ല രീതിക്ക് പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായ കുടംപുളി നേരത്തെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കറി വെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. അപ്പം നല്ലപോലെ പുളി ഇറങ്ങും. പിന്നെ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് വേണം ഈ പുളി ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും. ചില പുളിക്കാണെങ്കിൽ പുളി കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെടുത്ത് പറയുന്നത്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് തോനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഗൈസ്, അപ്പോൾ ഇനിയാണ് നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മീൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് വെള്ളം അങ്ങ് ചേർത്ത് കൊടുത്താൽ കറിയുടെ ടേസ്റ്റ് കുറയും കേട്ടോ. അപ്പം നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല, മീനിൻ്റെ ഉള്ളിലിരിക്കുന്ന വെള്ളവും കൂടെ ഇതിലോട്ട് ഇറങ്ങും. അപ്പോൾ ഇല്ലെങ്കിൽ ഓവർ വെള്ളമായി പോവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി നോക്കി വെള്ളം അത്രയും മതിയോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടെ ഒന്ന് ഈ സമയത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ, ഉപ്പ് ഇത് മതിയോ എന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പം നമുക്ക് ഈ അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് തല ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ മീനെല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കണ്ടല്ലോ, വെള്ളം നല്ല കറക്റ്റാണ്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ മീനെല്ലാം പറക്കിയിട്ടതിന് ശേഷം നമുക്കെല്ലാം കൂടെ ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇനി മീൻ നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ചെറിയ തീയിലിരുന്ന് വെന്ത് പറ്റണം. ഗൈസ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് കറി വെച്ചാലും അതിന് ഉപ്പ് നോക്കാൻ വരുന്ന ഒരാളാണ് കേട്ടോ ജാനുമോള്. ജാനുവിന് എന്ത് കറി വെച്ചാലും ഉപ്പ് നോക്കണം. നമ്മൾ അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉപ്പെന്നും പറഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ജാനുവിന് ഇച്ചിരി ടേസ്റ്റ് നോക്കാൻ കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയതിൻ്റെ എക്സ്പ്രഷനാണ് അവളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവൾ എനിക്ക് നീട്ടി തരുന്നുണ്ട്, ഞാനും നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ കറിയെല്ലാം നല്ല പോലെ വെന്ത് പറ്റി കേട്ടോ. ഗൈസ്, അപ്പോൾ കറി ഒരുപാടങ്ങ് പറ്റി പോകണ്ട കേട്ടോ. നമുക്ക് അത്യാവശ്യം ചാറ് വേണം. കാരണം നമ്മളിത് ചീനിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. ചീനി നല്ല വെന്ത് ഉടഞ്ഞ ചീനിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ചീനിയും കൂടെ ഒരു വാഴയിലയൊക്കെ വെട്ടിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കറിയും കൂടെ അതിലോട്ട് വിളമ്പി വെക്കാം. നാണ്ട നല്ല വലിയൊരു പീസ് തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ണിൻ്റെ പീസാണ്. എനിക്ക് കണ്ണ് നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കും കണ്ണൊക്കെ ഇഷ്ടമുള്ളവരാണോ? നിങ്ങൾക്ക് കണ്ണ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു പീസൊക്കെ എടുത്ത് വെച്ചിട്ട് അത്യാവശ്യം ചാറും കൂടെ അതിലോട്ട് നല്ല രീതിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ടാണെന്ന് കണ്ടോ, കറിക്ക് നല്ല കളറും ഉണ്ട്. അപ്പോൾ ഞാനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ കറിയും ചീനിയിലും അങ്ങോട്ട് മുക്കിയിട്ട് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് കൊതി വന്നിട്ട് വയ്യ ഗൈസ്. അടിപൊളി ടേസ്റ്റാണ് ഈ ചീനിയും മീൻകറിയും. പ്രത്യേകിച്ച് മീൻകറി എന്ന് പറയുമ്പോൾ തലക്കറി ആണെങ്കിൽ പിന്നെ ഇച്ചിരിയും കൂടെ കൂടുതൽ ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ തലയൊക്കെ കഴിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ തലക്കറി എന്തായാലും മസ്റ്റായിട്ട് കഴിച്ച് നോക്കണം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.